സുഹൃത്തുക്കളെ, അപ്പൊ ഇന്നലെ ബയൺ vs റയൽ മത്സരം. റയൽ തോറ്റിരിക്കുകയാണ്. ടോട്ടല് ഇന്നലത്തെ സ്കോർ ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4-3 സ്കോർ ലൈനിൽ റയൽ ബയണിനായിട്ട് തോറ്റു. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ആന വാ പൊളിക്കണ്ടിട്ട് അണ്ണാൻ വാ പൊളിക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് ഇതേപോലെ റയൽ ബയണിലേക്ക് കളിക്കാൻ വരുമ്പോൾ റൊണാൾഡോയും കൂട്ടരും ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അന്ന് ഭയങ്കര ട്രെൻഡിങ്ങും സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്തൊരു ഫോട്ടോ ആയിരുന്നു. അതേപോലെ ഒരു ഫോട്ടോ ഇന്നലെ ഇവന്മാരും ഇട്ടിട്ടുണ്ടായിരുന്നു. ആര്? റയലിന്റെ ഇപ്പത്തെ പിള്ളേര്. പക്ഷെ എന്താ പറയാ, അന്ന് അവര് കാണിച്ച കളി, ഗ്രൗണ്ടിൽ കാണിച്ച കളി ഇവർക്ക് ഇന്ന് ഗ്രൗണ്ടിൽ കാണിച്ച് അതിന്റെ റിസൾട്ട് എടുക്കാൻ പറ്റിയില്ല. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പൊട്ടി. അപ്പോൾ ടോട്ടൽ ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗും കൂട്ടി 6-4 എന്നുള്ള ടോട്ടൽ സ്കോറിൽ റയൽ ബയണിനായിട്ട് തോറ്റു. നല്ല വെടിപ്പായിട്ട് തോറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഒരു കംബാക്കും ഒരു റെമോൺടാഡയും ഒന്നുമില്ല. എല്ലാ ടീമും ഫസ്റ്റ് ലെഗിലും തോറ്റു, സെക്കൻഡ് ലെഗിലും തോറ്റിട്ടുണ്ട്. ആരും സെക്കൻഡ് ലെഗിൽ ജയിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കംബാക്കോ റെമോൺടാഡോ നടത്തിയിട്ട് ക്വാർട്ടർ ഫൈനലിൽ ഒരു മാജിക് ഒന്നും കാണിച്ചിട്ടില്ല. സോ ഫസ്റ്റ് ലെഗിൽ ലീഡ് പിടിച്ച എല്ലാ ടീമും സെക്കൻഡ് ലെഗിൽ ലീഡ് പിടിച്ച് നല്ല കംഫർട്ടബിൾ ആയിട്ട് ജയിച്ചിട്ടുണ്ട്. കംഫർട്ടബിൾ എല്ലാം നല്ല ടൈറ്റ് മത്സരം, നല്ല മത്സരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കംബാക്ക് നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ ഇന്നലത്തെ മത്സരത്തിൽ ബയണും റയലും നല്ല മാച്ചായിരുന്നു. നല്ല ബാലൻസ്ഡ് മാച്ച്, നല്ല അറ്റാക്കിങ്, നല്ല ഡിഫെൻസീവ്, അതുപോലെ നല്ല സേവ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ റയലിന് ജയിക്കാൻ സാധിച്ചില്ല. കാരണം രണ്ടു കൂട്ടം സ്ട്രോങ് ആയിട്ടുള്ള ടീം തന്നെയായിരുന്നു. രണ്ടു കൂട്ടം സ്ട്രോങ് ആയിട്ടുള്ള മാച്ച്, സ്ട്രോങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്കിങ്, സ്ട്രോങ് ആയിട്ടുള്ള ഡിഫെൻസീവ്, അങ്ങനെ നല്ല എല്ലാം ബാലൻസ് ആയിട്ട് വെറും അറ്റാക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് മാത്രം കളിക്കുക, അല്ലെങ്കിൽ വെറും ഡിഫെൻസീവ് ആയിട്ട് മാത്രം കളിക്കുക, അങ്ങനെയല്ല, ബാലൻസ് ആയിട്ടാണ് രണ്ടു കൂട്ടരും കളിച്ചത്. പക്ഷെ റയലിന് പിഴച്ചത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കമവിംഗ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു യെല്ലോ കാർഡ് അടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും അടുത്ത ഫൗൾ അടിച്ചിട്ട് യെല്ലോ കൊടുത്തു. പിന്നെ യെല്ലോ അല്ല, ഡയറക്റ്റ് റെഡ് ആയിരുന്നു. അങ്ങനെ കമവിംഗ ഔട്ടായി. പിന്നെ അപ്പോൾ ഓൾറെഡി ഒരാൾ ഷോർട്ട് ആയിട്ടാണ് റയലിന് കളിക്കുന്നത്. ആ ചാൻസ് ബയൺ മുതലാക്കി അവർ വീണ്ടും 2 ഗോൾ അടിച്ച് കയറ്റി. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവസാനം കൊണ്ടായിട്ടാണ് റയൽ കലടക്കുന്നത്. കാരണം അതുവരെ ഇവരെന്താ പറയാ, സ്കോറൊക്കെ സ്ക്വയർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയായിരുന്നു. ഒരു പെനാൽറ്റിയിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടു കൂട്ടർക്കും. പെനാൽറ്റിയിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണ്ടൊരു വസ്തുതയാണ്. പക്ഷെ എന്നിരുന്നാലും കൂടി കയ്യിലുണ്ടായിരുന്ന ഗെയിം, കമവിംഗ വന്നു, റെഡ് കാർഡിൽ പോയി ശേഷം ആ ഗെയിം മൊത്തം അവരെ കയ്യിൽ നിന്ന് പോയി. ആ ഗെയിമിന്റെ കൺട്രോൾ ബയൺ പൂർണ്ണമായിട്ടും പിടിച്ചെടുത്തു. പിന്നെ ബയൺ എപ്പോഴും ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ട്രൈ ചെയ്തിരുന്നത്. ഒരിക്കലും ഒരു ലീഡ് എടുത്തതിന് ശേഷം പിന്നെ ആ ലീഡ് സേഫ് ആവാൻ വേണ്ടിയിട്ട് അവരും ട്രൈ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു മാച്ച് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ റയൽ മാച്ചസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, എന്തെങ്കിലും റഫറി മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ ഭയങ്കര അഗ്രസീവ് ആവും. എന്നിട്ട് പ്ലെയേഴ്സ് റഫറിനോട് പോയിട്ട് തർക്കിക്കും. എന്നിട്ട് അവിടെ പോയിട്ട് റെഡ് കാർഡ് അല്ലെങ്കിൽ ഒരു കാർഡ് ചോദിച്ചു വാങ്ങും. അതേപോലെ തന്നെ ഇന്നലെ ആൻഡ്രേ ഗുള്ളറിനും ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് മാച്ച് എല്ലാം കഴിഞ്ഞ് പോകുന്ന വഴി, ഡഗ്ഔട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ആ ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോ മാച്ചസ് ഒന്നും ചാമ്പ്യൻസ് ലീഗ് ബാക്കിയില്ലാത്തതുകൊണ്ട് ഈ റെഡ് കാർഡൊന്നും അവർക്ക് ബാധിക്കില്ല. ഇനിയിപ്പോ നെക്സ്റ്റ് മാച്ച് നെക്സ്റ്റ് സീസണിലാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഗോൾ വന്ന വഴികൾ നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല രീതിക്ക് നല്ല എന്താ പറയാ, നല്ല ടൈറ്റ് ആയിട്ടുള്ള ഗോൾസ് ആയിരുന്നു. അപ്പൊ ഗോളുകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗോള് റയലിന്റെ വകയായിരുന്നു. 1-ാം മിനിറ്റിൽ തന്നെ ആൻഡ്രോ ഗുള്ളറിന്റെ വക ഒരു ഗോൾ ഉണ്ടായിരുന്നു. പിന്നെ ശേഷം ബയണിന്റെ ഭാഗത്തു നിന്ന് ഒരു കോർണർ ഗോളായിട്ട് അവർ കൺവേർട്ട് ചെയ്തിരുന്നു. പിന്നെ വീണ്ടും റയലിന്റെ ഭാഗത്തു നിന്ന് ഒരു ഫ്രീ കിക്ക് അവർ ഗോളായിട്ട് കൺവേർട്ട് ചെയ്തിരുന്നു. പിന്നെ വീണ്ടും ബയണിന്റെ ഭാഗത്തു നിന്ന് ഒരു ഹാരിക്കെയിന്റെ വക ഒരു ഗോൾ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും റയലിന്റെ ഭാഗത്ത് നിന്ന് എംബാപ്പയുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് പിരിയണു. അതിനുശേഷം ഈ കമവിംഗയുടെ ഒരു റെഡ് കാർഡിന് ശേഷമാണ് ബയൺ 2 ഗോൾ സ്കോർ ചെയ്യുന്നത്. അതിൽ ഒന്ന് ലൂയിസ് ഡിയാസിന്റെ വക, 2 ഒലീസിയുടെ വകയായിരുന്നു. അതും അവസാന മിനിറ്റുകളിലായിരുന്നു ആ 2 ഗോളും ഉണ്ടായിരുന്നത്. കളി നോക്കുമ്പോൾ ബയൺ ഗോൾ ലീഡ് ഉയർത്തി കംഫർട്ടബിൾ ആയിട്ട് മുന്നോട്ട് പോകാനും റയൽ ഒരു കംബാക്ക് നടത്തി മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടുള്ള കളിയായിരുന്നു. അപ്പോൾ രണ്ടു കൂട്ടരെ മൈൻഡ് സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾ സ്കോർ ചെയ്യണം. ആ ഒരു മൈൻഡ് സെറ്റ് വന്നുകൊണ്ട് തന്നെ കളി ഒരു ഉഗ്രൻ കളിയായിരുന്നു. നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയാ, ആ ഓക്കെ ഇവര് സ്ലോ പേസി കളിക്കുന്നു അങ്ങനത്തെ ഒന്നും ഒരു ഇതില്ല. കറക്റ്റ് ബാലൻസ് ആയിട്ടുള്ള കളി. അറ്റാക്ക് ചെയ്യുന്നോട് അറ്റാക്ക് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുന്നോട് ഡിഫെൻഡ് ചെയ്യുക, മിഡിലിൽ കളിയുണ്ട്, ലാസ്റ്റ് എൻഡിൽ കളിയുണ്ട്, എല്ലാ സൈഡിലും കളി നടന്നിരുന്നു. പക്ഷെ ചില പോയിന്റുകളിൽ ഒരു റോങ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ മിസ് പാസസ്, അതുപോലെ തന്നെ പാസ് കൊടുക്കാണ്ടിരിക്കുക, അങ്ങനത്തെ കുറെ പിഴവുകൾ റയൽ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗോൾ സ്കോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കൂടി രണ്ടു കൂട്ടരും
കുറേ ഷോട്ട് ഓൺ ടാർഗറ്റ്സും അതുപോലെ തന്നെ കുറേ ഷോട്ട്സ് അൺലീഷ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പക്ഷേ ഇവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല. അത് 2 ഗോൾ കീപ്പർമാരെ കഴിവുകൾ നമുക്ക് ഇവിടെ എടുത്ത് പറയണം. മാനുവർ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് ശേഷം നല്ല സേവ്, എംബാപ്പയുടെ ഒരു സേവ്, വാൾവേർഡയുടെ ഒരു സേവ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റി. അതൊക്കെ ഭയങ്കര ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കാണിക്കുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല അത്യുഗ്രൻ കളിയായിരുന്നു ഇന്നലെ ബയൺ വേഴ്സസ് റയൽ. പക്ഷെ നിർഭാഗ്യവശാൽ റയൽ തോറ്റു. ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് സെമി ഫൈനൽസ് ആണ്. അത് ഈ മാസം ലാസ്റ്റ് എൻഡിൽ ഫസ്റ്റ് ലെഗ് ഉണ്ടാവും. PSG vs ബയണും അതുപോലെ തന്നെ അത്ലറ്റിക്കോ vs ആഴ്സണലും ആയിരിക്കും ഇനി നെക്സ്റ്റ് സെമി ഫൈനൽസ് ഉണ്ടാവുക. സോ എന്താവും നമുക്ക് നോക്കി കാണാം.